ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ. ആഗോള അയ്യപ്പ സംഗമത്തിനായി ദേവസ്വം ബോർഡിൽ നിന്ന് ഏറ്റെടുത്ത പണം തിരിച്ചടച്ചുവെന്ന് ദേവസ്വം കമ്മീഷണർ. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. 2025 നവംബർ 4-നാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അഡ്വാൻസായി ലഭിച്ച 3 കോടി തിരിച്ചടച്ചു. സ്പോൺസർഷിപ്പ് വഴി 2 കോടി ഉടൻ ലഭിക്കുമെന്നും അതുവഴി എല്ലാ ബാധ്യതകളും പരിഹരിക്കുമെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. MG പ്രതീഷും റഹീസ് റഷീദും സായ്കുമാറും നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം MG പ്രതീഷിലേക്ക് നോക്കൂ. പ്രതീഷ്, സർക്കാരിന് ഒരു പൈസയുടെ ചില്ലിക്കാസിന്റെ ചെലവ് വരരുത് എന്ന് കോടതി നിർദ്ദേശം അപ്പടി അനുസരിക്കാമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടപ്പിലാക്കാനുള്ള അനുമതി തന്നെ നേടിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി തന്നെ കള്ളം പറഞ്ഞു എന്ന വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. അതിനിടെയാണ് ഈ റിപ്പോർട്ട് വരുന്നത്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? മാധു, ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പുമായി ബന്ധപ്പെട്ട കണക്കുകളിലെ അവ്യക്തതകൾ ഇപ്പോഴും തുടരുകയാണ്. കാരണം ഈ വരവ് ചെലവ് കണക്കുകളിൽ വലിയ പൊരുത്തക്കേടുണ്ടെന്ന ഈ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദേവസ്വം കമ്മീഷണർ ഈ കഴിഞ്ഞ വർഷം നവംബർ മാസം 4-ാം തീയതി ഈ ദേവസ്വം കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ടിന്റെ പകർപ്പ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ പകർപ്പ് പ്രകാരം ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്ത പണം തിരിച്ചടച്ചു എന്നതാണ് ദേവസ്വം കമ്മീഷണർ പറയുന്ന കാര്യം. ഇത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് ദേവസ്വം കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ടാണ്. ഇതിൽ 3 കോടി തിരിച്ചടച്ചുവെന്നും 2 കോടി സ്പോൺസർഷിപ്പിലൂടെ ഉടൻ ലഭിക്കുമെന്നും അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുള്ള ബാധ്യതകൾ ഇതോടുകൂടി പരിഹരിക്കപ്പെടുമെന്നുമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ സ്പെഷ്യൽ കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിൽ 2 കോടി രൂപ തിരിച്ചടച്ചില്ല എന്നതാണ് സ്പെഷ്യൽ കമ്മീഷണർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ദേവസ്വം കമ്മീഷണർ എന്തടിസ്ഥാനത്തിലാണ് ഈ 3 കോടി രൂപ തിരിച്ചടച്ചു എന്ന് പറയുന്നത്? അങ്ങനെ വലിയ ആശയക്കുഴപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഒപ്പം ദേവസ്വം ബോർഡിൽ നിന്ന് ലഭിക്കുന്ന വിവരം ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പുമായി ബന്ധപ്പെട്ട 5 കോടി രൂപ ദേവസ്വം കമ്മീഷണറുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നു. ഇതിൽ 3 കോടി രൂപ അഡ്വാൻസായി സ്വീകരിക്കുകയും അത് ഈ കരാറെടുത്ത കമ്പനിക്ക് 3 കോടി കൈമാറുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഈ സ്പോൺസർഷിപ്പ് വഴി ലഭിച്ച 3 കോടി രൂപ തിരിച്ച് ദേവസ്വം അക്കൗണ്ടിൽ അടയ്ക്കുകയും ചെയ്തു എന്നതാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്ന കാര്യം. ഒപ്പം ഈ 2 കോടി രൂപ, ബാക്കി വന്ന 2 കോടി രൂപ ഉപയോഗിച്ചിട്ടില്ല എന്നുകൂടിയുള്ള വിശദീകരണങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും എന്തടിസ്ഥാനത്തിൽ? അങ്ങനെയെങ്കിൽ ദേവസ്വം ഇതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ പൊരുത്തക്കേടുകൾ എങ്ങനെ വന്നു എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. ഒപ്പം ഈ ദേവസ്വം കമ്മീഷണർ 2025 നവംബർ 4-ന് കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ആഗോള അയ്യപ്പ സംഗമത്തിന് ആകെ ചെലവായത് 4 കോടി 99 ലക്ഷമാണ്. അതായത് 4 കോടി 99 ലക്ഷത്തി 57,189 രൂപ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്നതാണ് ദേവസ്വം കമ്മീഷണർ ഈ റിപ്പോർട്ടിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ വലിയ ഒരു പണം, ഇതിനേക്കാൾ അപ്പുറമുള്ള പണം ചെലവായി എന്നുള്ള വിവരങ്ങൾ, ആക്ഷേപങ്ങൾ, വിമർശനങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്ന ഘട്ടത്തിൽ കൂടിയാണ് ദേവസ്വം കമ്മീഷണർ കഴിഞ്ഞ നവംബറിൽ കൊടുത്ത റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട വലിയ വ്യക്തതക്കുറവുണ്ട്. ഇതിൽ ദേവസ്വം മന്ത്രി എന്ത് വിശദീകരണം നൽകുമെന്നതാണ് പ്രധാനമായും മനസ്സിലാക്കാൻ ഇനി അറിയേണ്ടത്. ദേവസ്വം മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ട് വിശദീകരിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇതിൽ കൂടുതൽ ക്ലാരിറ്റി വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഈ കണക്കുകൾ സംബന്ധിച്ച ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ടും ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടും തമ്മിൽ വലിയ പൊരുത്തക്കേടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മാധു, ശരി. റഹീസ് റഷീദ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റഹീസ്, MG പ്രദേശ് ചൂണ്ടിക്കാണിച്ചതുപോലെ 2 റിപ്പോർട്ടുകൾ തമ്മിൽ അടിസ്ഥാനപരമായി ചില വ്യത്യാസങ്ങൾ ഉണ്ട്. അത് കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നുമാണ്. നോക്കൂ, നമുക്കറിയാം MOU സൈൻ ചെയ്തപ്പോൾ അതിൽ 8 കോടി രൂപ എന്നുള്ളതാണ്. അതിന്റെ ഏറെക്കുറെ പകുതി 4 കോടിയിലധികം രൂപ റിലീസ് ചെയ്യേണ്ടതുണ്ട് പ്രാഥമികമായി എന്നുള്ളത് അന്ന് ഓർഡറിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ 3 കോടിയാണ് ഈ IIICയുടെ അക്കൗണ്ടിലേക്ക് ആദ്യമായി കൊടുക്കുന്നത്. അതിൽ 2 കോടിയും പിന്നീട് 1 കോടിയും സ്പോൺസർഷിപ്പ് വഴി കണ്ടെത്തി എന്നതുകൂടി വ്യക്തമാക്കുന്നുണ്ട്. പിന്നെയുള്ള 2 കോടി അത് എവിടെ നിന്ന് എപ്പോൾ വരുമെന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളെങ്കിലും ലഭ്യമാകുന്നുണ്ടോ? അത് വിശദീകരിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിലും 5 കോടിയാണ്. ഈ 5 കോടിയിലേക്ക് ഇത് ചുരുക്കാനുള്ള ശ്രമങ്ങൾ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. മാധു, ഈ പറയുന്ന അവരുടെ MOUയിൽ പറയുന്നത് 8 കോടി 22 ലക്ഷത്തി കുറച്ചധികം പണമാണ് ദേവസ്വം ബോർഡും IIICയും തമ്മിലുള്ള എഗ്രിമെന്റിൽ പറയുന്നത്. ആ എഗ്രിമെന്റിൽ തന്നെ
10% തുക അധികമായി വരികയാണെങ്കിൽ അത് നൽകേണ്ടി വരുമെന്നും പറയുന്നുണ്ട്. നിലവിലെ അവസ്ഥയിൽ 3 കോടി രൂപ കയ്യിൽ കിട്ടി, ഒരു 2 കോടി രൂപ കൂടി ഉടനെ കയ്യെ കിട്ടും എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പറയുന്നത്. ബാക്കി പണം എങ്ങനെ കൊടുക്കും? പ്രത്യേകിച്ച് പരിപാടി കഴിഞ്ഞ് ആ പരിപാടിക്ക് ഒരു സ്പോൺസറെ കണ്ടെത്തുക സാമാന്യ യുക്തിക്ക് നടക്കുന്ന കാര്യമല്ല. അതല്ലാതെ എങ്ങനെ സർക്കാർ ആ പണം കൊടുക്കും? ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് അനുവദിക്കാൻ പറ്റില്ല എന്ന് ആഗോള അയ്യപ്പ സംഗമം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദേവസ്വം ബെഞ്ച് അറിയിച്ചതുമാണ്. ആ പണം എങ്ങനെ കൊടുക്കും എന്നതാണ് ചോദ്യം. അതിനിടയിലാണ് കഴിഞ്ഞ ദേവസ്വം ബോർഡ് ഭരണസമിതിയെ കുറ്റപ്പെടുത്തി ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ രംഗത്ത് വന്നിരിക്കുന്നത്. എങ്ങനെ ഒരു കമ്പനിയുമായി ടെൻഡർ വിളിക്കാതെ കരാറിൽ ഒപ്പിടാൻ ദേവസ്വം ബോർഡിന് കഴിയും എന്ന പ്രസക്തമായ ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത് സർക്കാരിന്റെ പണമല്ല, പൊതുജനം പലതരത്തിൽ സ്പോൺസർഷിപ്പിലൂടെ നൽകുന്ന പണമാണ്. അങ്ങനെ നൽകുന്ന പണമാണെങ്കിലും അയ്യപ്പനോടുള്ള ഭക്തി കൊണ്ട് നൽകുന്ന പണമാണ്. ആ പണം എങ്ങനെയും ചെലവഴിക്കാം എന്നാണോ ഉദ്ദേശിക്കുന്നത്? അത് മര്യാദകേടാണ് എന്ന വാക്കാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഉന്നയിക്കുന്നത്. അതായത് സർക്കാർ ഒരു തരത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ആ സമയത്ത് ഭരണപക്ഷത്ത് നിന്ന് ഉയരുന്ന ഒരേ ഒരു ന്യായവാദം എന്ന് പറയുന്നത് ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ കരാറുകൾ കൊടുക്കാമെന്നത് സംബന്ധിച്ച ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതറിയാത്ത ആളല്ല കെ ജയകുമാർ. അപ്പോൾ കെ ജയകുമാർ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ എല്ലാ വിമർശനങ്ങളുടെയും മുനകൂർപ്പിക്കുന്ന ഒന്നാണ്. കെ ജയകുമാർ ഈ പ്രതിപക്ഷത്തിന്റെ അതേ വിമർശനമാണ് പറയുന്നത്. എങ്ങനെയാണ് ടെൻഡർ ഇല്ലാതെ ആ കരാർ കൊടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം ആവർത്തിക്കുമ്പോൾ അതിന്റെ ഒരു ഗ്രാവിറ്റി കൂടുകയാണ്. അത് ഉറപ്പായും കെ ജയകുമാർ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണെങ്കിലും സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി ഉദ്യോഗസ്ഥരിൽ ഒന്നാമതായിരുന്ന ആളാണ്. ഊരാളുങ്കൽ ലേബൽ കൺസ്ട്രക്ഷൻ സൊസൈറ്റിക്ക് ഏത് തരത്തിലാണ് ഇത് കൊടുക്കുന്നതെന്ന് അതിന്റെ നിയമപരമായ അതിന് അവർക്ക് അനുമതിയുണ്ട് എന്ന കാര്യം മറ്റാരെക്കാൾ അറിയാവുന്ന ആളായിരുന്നു കെ ജയകുമാർ. ആ കെ ജയകുമാർ ഇപ്പോൾ ഈ വിഷയത്തിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ രാഷ്ട്രീയം വരികൾക്കിടയിൽ ഒളിഞ്ഞു കിടക്കുന്നത് മാധു പറഞ്ഞ എക്സാക്ട് അത് തന്നെയാണ് കാര്യം. ഇതിനു മുമ്പ് ഉണ്ടായ പല കാര്യങ്ങളിലും ആ ബോർഡ് എടുത്ത തീരുമാനത്തോട് ജയകുമാറിന് എതിർപ്പുണ്ട്. ആ എതിർപ്പ് ഒരു വിഷയത്തിൽ കേന്ദ്രീകരിച്ച് പറഞ്ഞതായിരിക്കില്ല, പല വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് അദ്ദേഹം പറഞ്ഞതായിരിക്കും എന്ന കാര്യം ഉറപ്പാണ്. സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ വിമർശന മുന എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മാധു, ശരി. ന്യൂസ് ഡെസ്കിൽ നിന്ന് സായ്കുമാർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സായി, ഇന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം. ഈ വിമർശനങ്ങൾ പ്രത്യേകിച്ചും VN വാസവനിലേക്ക് അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിമർശനമാണ് പ്രതിപക്ഷം കടുപ്പിക്കുന്നത്. വിശദീകരിക്കാൻ കഴിയുമോ? തീർച്ചയായും മാധവ്, അത് തന്നെയാണ്. സർക്കാർ ഇപ്പോൾ ഒരു കുരുക്കിൽപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇക്കാര്യത്തിൽ എന്തു പറഞ്ഞാലും പക്ഷേ കോടതിയുടെ കയ്യിൽ ഈ ഓഡിറ്റ് റിപ്പോർട്ടിലെ സംക്ഷിപ്ത രൂപം ഈ കമ്മീഷണർ കൊടുത്ത വിവരങ്ങൾ എല്ലാം തന്നെയുണ്ട്. കോടതി തന്നെ അത് വിലയിരുത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിന് സാമ്പത്തിക അച്ചടക്കം ഉണ്ടായിട്ടില്ല, പല കാര്യങ്ങളിലും കണക്കുകൾ അവ്യക്തമാണ്, ടെൻഡർ നടപടികളടക്കം പാലിക്കപ്പെട്ടിട്ടില്ല എന്ന്. അതൊക്കെ ദേവസ്വം ബോർഡിൽ മാത്രം പഴിചാരി രക്ഷപ്പെടാൻ സർക്കാരിന് എന്ത് തന്നെ ആയാലും കഴിയില്ല. കാരണം ഇതൊരു സർക്കാരിന്റെ പരിപാടിയായിരുന്നു. അതിന് മുഖ്യ സംഘാടകർ എന്ന രീതിയിൽ പ്രവർത്തിക്കുക മാത്രമാണ് ദേവസ്വം ബോർഡ് ചെയ്തത്. അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ അതിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. ദേവസ്വം മന്ത്രി തന്നെയായിരുന്നു, മുഖ്യമന്ത്രി തന്നെ അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ഘാടകനായി വരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിന്റെ ഒരു സംഘാടകൻ എന്ന നിലയിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു സർക്കാർ പരിപാടി എന്ന രീതിയിൽ തന്നെയാണ് അത് നടത്തിയിരുന്നത്. അതോടൊപ്പം സർക്കാരിന് ഒരു തരത്തിലുമുള്ള ബാധ്യതയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും അവിടെ സർക്കാരിൽ നിന്ന് പോയ പണം തിരിച്ചടിച്ചു എന്ന കാര്യത്തിൽ പോലും പല തരത്തിലുള്ള ആശയക്കുഴപ്പമുണ്ട്. അതോടൊപ്പം ഇപ്പോൾ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ, സ്വകാര്യ ഓഡിറ്ററെ കൊണ്ട് നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഓരോ കാര്യത്തിനും ചെലവഴിച്ച തുകയുടെ കണക്കുകൾ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നടത്താത്ത പരിപാടിയുടെ പേരിൽ പോലും ലക്ഷങ്ങൾ അതിൽ വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയൊരു കണക്കുണ്ടായത് എന്ന് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം ഒരു വശത്ത് തുടരുന്നു. ഇപ്പോഴും നേതാക്കൾ CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയോട് അടക്കം ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കണക്കുകളിൽ ഞങ്ങൾ മറുപടി പറയാനില്ല, അതൊക്കെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ശരിയാക്കിക്കോളും എന്ന മറുപടി പറഞ്ഞ് കൈയൊഴിയുകയാണ് നേതാക്കൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ കൃത്യമായൊരു മറുപടി പറയാൻ ഇപ്പോഴും ദേവസ്വം മന്ത്രിക്കോ സർക്കാർ അധികൃതർക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇനിയിപ്പോൾ കോടതിയുടെ മുന്നിലേക്ക് ഇത് വീണ്ടും വരികയാണ്. ദേവസ്വം ബോർഡിനോട് വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കോടതി തന്നെ ഇതിനോടകം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കോടതി തന്നെ അടിവരയിട്ട് പറഞ്ഞത് സാമ്പത്തിക അച്ചടക്കം പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ്. അത് നൽകിയ പ്രസാദത്തിന്റെ കാര്യത്തിലായാലും അവിടെ ഉപയോഗിച്ച കിടക്കുകളുടെ കാര്യത്തിലായാലും വരുന്ന അതിഥികൾക്ക് നൽകിയ സമ്മാനങ്ങളുടെ കാര്യത്തിലായാലും ഓരോ ഇനത്തിലും
വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. അത് കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടില്ല. അതാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. കോടതിയുടെ മുന്നിൽ ആ റിപ്പോർട്ട് ഇപ്പോൾ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായി കോടതിക്ക് ഒരു മറുപടി കൊടുക്കേണ്ടി വരും. സർക്കാർ ഇതിലൊരു ഇരുട്ടിൽ തപ്പുന്നുണ്ട്. പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തി ഒരു ആശയക്കുഴപ്പം ഈ വിഷയത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിൽ എന്ത് മറുപടി? ഇനിയിപ്പോൾ അല്പസമയത്തിനകം വീണ്ടും ദേവസ്വം മന്ത്രി മാധ്യമങ്ങളെ കാണും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 12 മണിയോടുകൂടി അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളെ കാണും. ഇതിലൊരു വ്യക്തത വരുത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.